Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പയ്യന്നൂർ മണ്ഡലത്തിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട ടി.ഐ. മധുസൂദനൻ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി പോർക്കളത്തിലേക്ക്. പയ്യന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനന്റെ റോഡ് ഷോ നടന്നു. പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനിറങ്ങി വി. കുഞ്ഞികൃഷ്ണൻ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച രാവിലെയോടെ. മത്സരം ഇടതുപക്ഷത്തിനെതിരെ അല്ലെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്നും വി. കുഞ്ഞികൃഷ്ണൻ. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി M. വിജിൻ വീണ്ടും ജനവിധി തേടും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പഴയങ്ങാടിയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ കയ്യൂരിൽ നിന്ന് പ്രചരണത്തിന് തുടക്കമിട്ടു. ഇടത് വലത് ഭരണത്തിൽ കേരളം തകർന്ന് തരിപ്പണമായെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ. കല്യാശ്ശേരി മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെറുകുന്നത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പയ്യന്നൂർ മണ്ഡലത്തിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് ടി.ഐ. മധുസൂദനൻ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി പോർക്കളത്തിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് മധുസൂദനൻ പയ്യന്നൂരിൽ നിന്ന് നിയമസഭയിൽ എത്തിയത്. ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷമുള്ള 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാട് കടക്കുമ്പോൾ ചുവപ്പുകോട്ടയായ പയ്യന്നൂരിൽ തന്റെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കാനാണ് ടി.ഐ. മധുസൂദനൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ ചർച്ചകളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ വിവാദങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ടി.ഐ. മധുസൂദനനെ തന്നെ വീണ്ടും രംഗത്തിറക്കാൻ CPIM തീരുമാനിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആരോപണങ്ങൾക്കിടയിലും ടി.ഐയെ വീണ്ടും മത്സരിക്കാൻ നിയോഗിച്ചത് പാർട്ടിക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിന്റെയും മണ്ഡലത്തിലെ ജനകീയ അടിത്തറയിലുള്ള ഉറപ്പിന്റെയും സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി.ഐ. മധുസൂദനൻ താഴ്ത്തട്ട് മുതൽ പടിപടിയായി ഉയർന്നു വന്ന നേതാവാണ്. വലിയ പാരമ്പര്യമുള്ള മണ്ണാണ് പയ്യന്നൂരിൻ്റെ. മഹാരക്തസാക്ഷിത്വത്തിൻ്റെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പോരാട്ടത്തിൻ്റെ വീര്യമുണർത്തുന്ന അനുഭവങ്ങളും ഇടത്തരക്കാരും വലിയ പ്രതീക്ഷകളോടുകൂടി നാടിൻ്റെ മുന്നേറ്റം ആഗ്രഹിക്കുന്നവരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ നാട്ടിൽ തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പോരാട്ടക്കളത്തിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് മധുസൂദനൻ പയ്യന്നൂരിൽ നിന്ന് നിയമസഭയിലെത്തിയത്. ലഭിച്ച വോട്ടുകൾ 93,695, ഭൂരിപക്ഷം 49,780. ഈ വലിയ ഭൂരിപക്ഷം നിലനിർത്തുക എന്നതിലുപരി രാഷ്ട്രീയ വിവാദങ്ങൾ വോട്ടായി മാറില്ലെന്ന് തെളിയിക്കുക എന്ന വെല്ലുവിളിയാണ് ഇത്തവണ അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഇടതുകോട്ടയിൽ വീണ്ടും ചെങ്കൊടി പാറിക്കാൻ മധുസൂദനൻ ഇറങ്ങുമ്പോൾ മണ്ഡലം വ്യത്യസ്തമായ വലിയൊരു പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്
നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥി TI മധുസൂദനന്റെ റോഡ് ഷോ നടന്നു. ചെണ്ടമേളവും പൂത്തിരികളും വർണ്ണബലൂണുകളും TI മധുസൂദനന്റെ ചെറിയ കട്ടൌട്ടുകളുമായി നൂറുകണക്കിന് പ്രവർത്തകർ അകമ്പടിയായി. പയ്യന്നൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി TI മധുസൂദനൻ റോഡ് ഷോ നടത്തി. പെരുമ്പയിൽ നിന്ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, C സത്യപാലൻ, P സന്തോഷ്, P ശശി, സരിൻ ശശി, KB ബാബു തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. KB ബാബു അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ, C സത്യപാലൻ, P സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനിറങ്ങി V കുഞ്ഞികൃഷ്ണൻ. തിങ്കളാഴ്ച രാവിലെയോടെയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. മത്സരം ഇടതുപക്ഷത്തിനെതിരെ അല്ലെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്നും V കുഞ്ഞികൃഷ്ണൻ. ഈ മത്സരം അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്നും ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടമല്ലെന്നും V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. പയ്യന്നൂരിലെ ഇടതുപക്ഷത്തെ മാഫിയ സംഘങ്ങളുടെ കൈകളിൽ നിന്ന് രക്ഷിക്കുക എന്നതുകൂടി ഈ മത്സരത്തിന്റെ ലക്ഷ്യമാണ്. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമെന്ന നിലയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായി ഈ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ കാണുന്നില്ല. കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് കേവലം ഇടതുപക്ഷത്തെ അംഗീകരിക്കുന്നവരുടെ മാത്രം ആവശ്യമല്ല, വലതുപക്ഷത്തുള്ള ആളുകൾ പോലും ഇടതുപക്ഷം കേരളത്തിൽ തകരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരായി നിലവിലുണ്ട്. പക്ഷെ പയ്യന്നൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഒരു ഇടതുപക്ഷക്കാരനായി ഞാൻ കാണുന്നില്ല. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ LDF സ്ഥാനാർത്ഥി ആരുന്നതിനെ ചൊല്ലിയുള്ള വലിയ ചർച്ചകളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടിയാണ് തിങ്കളാഴ്ച V കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി M വിജിൻ വീണ്ടും ജനവിധി തേടും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പഴയങ്ങാടിയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടന്നു. ഇടതുകോട്ടയായ കല്യാശ്ശേരിയിൽ M വിജിന് ഇത് രണ്ടാം ഊഴം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ പഴയങ്ങാടിയിൽ വിളംബരമായി റോഡ് ഷോ നടന്നു. LDF കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി M വിജിനെ ആനയിച്ച് പഴയങ്ങാടിയിൽ നടന്ന റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. എരിപുരം കേന്ദ്രീകരിച്ച് നടന്ന റോഡ് ഷോയിൽ സ്ത്രീകളടക്കം ആയിരങ്ങൾ പങ്കാളികളായി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ചേർന്ന യോഗത്തിൽ PV ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി M വിജിൻ, P ഗോവിന്ദൻ, സുഭാഷ് അയ്യോത്ത്, PP ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ കയ്യൂരിൽ നിന്ന് പ്രചരണത്തിന് തുടക്കമിട്ടു. പ്രചരണത്തിന്റെ ഉദ്ഘാടനം രക്തസാക്ഷി സ്മൃതി മണ്ഡപ പരിസരത്ത് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ നിർവഹിച്ചു. സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനത്തിനു ശേഷമാണ് VPP മുസ്തഫ കയ്യൂരിൽ എത്തിയത്. ജന്മിത്ത മേൽക്കോയ്മയ്ക്കെതിരെ കർഷകരെ അണിനിരത്തി സമരവിപ്ലവം തീർത്ത കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. ജില്ലാ, ഏരിയ, ലോക്കൽ നേതാക്കൾക്കൊപ്പമാണ് തൃക്കരിപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനെത്തിയത്. പരസ്യപ്രചാരണത്തിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ നിർവഹിച്ചു. K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P ജനാർദ്ദനൻ, സാബു എബ്രഹാം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രജീഷ് വെള്ളാട്ട്, മാധവൻ മണിയറ, K സുധാകരൻ, M രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പര്യടനം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇടത് വലത് ഭരണത്തിൽ കേരളം തകർന്ന് തരിപ്പണമായെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ. വഞ്ചകരുടെ ഭരണത്തിൽ പട്ടാപ്പകൽ പോലും ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെറുകുന്ന തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരുമോനിസമല്ല ഇന്ന് കേരളത്തിൽ വേണ്ടത്, മറിച്ച് ജനങ്ങൾക്കു വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് എന്നും LDF സർക്കാർ അധികാരത്തിലിരുന്ന് ജനങ്ങളുടെ പണം മോഷ്ടിക്കുകയാണെന്നും ഇതിനുദാഹരണമാണ് പൊട്ടിപ്പൊളിഞ്ഞ പാപ്പനിശ്ശേരി മേൽപ്പാലം ഉൾപ്പെടെയെന്നും കല്യാശ്ശേരി മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CK പത്മനാഭൻ പറഞ്ഞു. ഇതേ അഴിമതിയുടെ ഫലമായി താവം പാലം തകർന്നു, അവിടെയും ഗതാഗതം നിർവഹിച്ചിരിക്കുകയാണ്. അത് വഴിയെത്തിയിട്ടുള്ളത് 75 വർഷമായിട്ട് കേരളത്തിൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്. ഇവിടെ ഈ ഭരണത്തിൽ എന്താണ് കേരളം നേടിയത് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിൽ നേടിയിട്ടുണ്ട്. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി. ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ വിവരിച്ച് അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ തമസ്കരിച്ച് ജനങ്ങളുടെ വോട്ടുകൾ കൂടുതൽ പോക്കറ്റടിച്ച് എടുക്കാം എന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഈ രണ്ട് മുന്നണികളും നമ്മുടെ കേരളത്തിൽ നിന്ന് നടപ്പാക്കിയിട്ടുള്ളത്. UDFന്റെയും LDFന്റെയും ഭരണവൈകല്യങ്ങളാണ് കേരളത്തിൽ ഉടനീളം ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുജിത്ത് വടക്കൻ അധ്യക്ഷത വഹിച്ചു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, M പ്രകാശൻ, C ശ്രീനാരായണൻ, ജിജേഷ് അണ്ണാമല, UT ജയാനന്ദൻ, TC മനോജ്, AV സനിൽ, രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല മാതൃകയായി. പയ്യന്നൂർ BMLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പയ്യന്നൂരിൽ സാഹോദര്യത്തിന്റെ വിരുന്നായി പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം നെറ്റ്വർക്ക് ചാനൽ MD മനോജ് കുമാർ VV സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്നിട്ടുള്ള ഇഫ്താർ സംഘം തീർച്ചയായും മതനിരപേക്ഷതയുടെ മനോഹരമായിട്ടുള്ള ഒരു കൂടിച്ചേരലിന്റെ കൂട്ടായ്മയുടെ സൗന്ദര്യം നടന്നു നിൽക്കുന്നത്. വലിയ സങ്കടങ്ങളും വേവലാതികളും നമ്മുടെ മുന്നിൽ പെരുമഴയെ പോലെ പെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പയ്യന്നൂർ ഖത്തീബ് സുബൈർ ദാരിമി അൽ ഖാസിമി ഇഫ്താറിന്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, UDF പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് K ജയരാജ്, പയ്യന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് AK ശ്രീജ, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, പയ്യന്നൂർ BMLP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സി VK, KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അച്യുതൻ, വാർഡ് കൗൺസിലർ ദിനൂപ്, KHRA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KN ഭൂപേഷ്, COA ജില്ലാ ട്രഷറർ ശശികുമാർ AV, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽ മംഗലത്ത്, ജയകൃഷ്ണൻ V, സജീവ് കുമാർ K, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദീപു MV, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് P വിജയൻ, KHRA പയ്യന്നൂർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഹരീഷ് TCV തുടങ്ങിയവർ സംസാരിച്ചു. വ്രതശുദ്ധിയുടെ നാളുകളിൽ പയ്യന്നൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരുന്നു ഈ ഒത്തുചേരൽ.
ബസ്സിനെയും ബസ് കാത്തു നിൽക്കുന്നവരെയും വട്ടം കറക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പച്ചയും ചുവപ്പും കണ്ട് തലയിൽ കൈവച്ച് യാത്രക്കാർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏര്യത്താണ് കാണുന്നവർക്ക് കൗതുകമുണർത്തുന്ന ബസ് സ്റ്റോപ്പുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏര്യത്താണ്. ഒന്ന് ബസ് കയറി പോകാമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോഴോ ഫുൾ കൺഫ്യൂഷൻ. കാരണം എന്താണെന്നല്ലേ, ദാ ഇത് തന്നെ. ഒന്ന് പച്ച, ഒന്ന് ചുവപ്പ്, ഒന്ന് ചന്ദ്രിക, ഒന്ന് ദേശാഭിമാനി, ഒന്ന് ലീഗ്, ഒന്ന് CPIM. ഞാനതെല്ലാം ആലോചിക്കുന്നത്, ഞാനിപ്പോൾ എവിടെ നിന്ന് ബസ് കയറും, ഞാൻ എവിടെ കയറിയിരിക്കും. ടോട്ടൽ കൺഫ്യൂഷൻ. എൻ്റെ കൺഫ്യൂഷൻ അവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, ബസ് ദേ അവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെയും കയറാൻ ആൾക്കാർ, ആ സ്റ്റോപ്പിലും കയറാൻ ആൾക്കാർ. അപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർക്ക് കൺഫ്യൂഷൻ ആവില്ലേ, ബസ് എവിടെ നിർത്തും? അത് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ചേച്ചി, ഇപ്പോൾ ഈ സ്റ്റോപ്പിലും ആൾക്കാരുണ്ട്, ആ സ്റ്റോപ്പിലും ആൾക്കാരുണ്ട്. അപ്പോൾ ബസ് എവിടെ നിർത്തും? 2 സ്റ്റോപ്പിലും ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് നിർത്തും. CPIMകാർക്ക് ഇരിക്കാൻ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ലീഗുകാർക്ക് ഇരിക്കാൻ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ BJPക്കാരെന്ത് ചെയ്യും? കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടാണ്. പോരാത്തതിന് നല്ല വെയിലും ചൂടും. ഒന്ന് തണലത്ത് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഏര്യത്തെത്തുന്നവർക്ക് ഫുൾ ഓഫ് കൺഫ്യൂഷൻ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ചുവരെഴുത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് കാങ്കോൾ സ്വദേശികളായ പ്രകാശനും ഭാര്യ പ്രിയങ്കയും. പ്രചാരണത്തിന്റെ രീതിയും സ്വഭാവങ്ങളും മാറിയാലും ചുവരെഴുത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ലെന്ന് ഇവർ അടിവരയിടുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ CPIMും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വർത്തമാനകാലത്ത് ചുവരെഴുത്തിനുള്ള പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല എന്ന് തെളിയിക്കുകയാണ് കാങ്കോൾ സ്വദേശികളായ UK പ്രകാശനും ഭാര്യ പ്രിയങ്കയും. ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമിച്ച LDF സ്ഥാനാർത്ഥി TA മധുസൂദനു വേണ്ടി ചുവരെഴുത്ത് നടത്തുന്നത് ഇതുവഴി പോകുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കാതിരിക്കില്ല. പ്രകാശൻ 1.5 പതിറ്റാണ്ടിലധികമായി ഈ മേഖലയിൽ എത്തിയിട്ട്. ഭാര്യ പ്രിയങ്ക താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള അധ്യാപികയാണ്. ഒഴിവു സമയങ്ങളിൽ പ്രകാശിനെ സഹായിക്കുവാൻ എത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇന്നലെ മുതൽ വ്യാപകമായി ചുമരെഴുത്തിന് ആളുകൾ വിളിക്കുന്നുണ്ട്. കുറേ ചുമരുകൾ എഴുതിയിട്ടുണ്ട് പയ്യന്നൂരും പരിസര പ്രദേശങ്ങളുമായി. ഇപ്പോൾ കാങ്കോൾ 29-ാം ബൂത്തിൻ്റെ ചുമരെഴുത്താണ് നടത്തുന്നത്. എന്നെ സഹായിക്കുന്നതിന് വേണ്ടി ഭാര്യ പ്രിയങ്ക കൂടെയുണ്ട്. ഞാൻ ഒരു 27 വർഷമായി ഈ ഫീൽഡിലുണ്ട്. പ്രചരണം ഏതൊക്കെ തരത്തിൽ മാറിയാലും ചുവരെഴുത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ലെന്ന് പ്രകാശൻ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 2027 ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ആദ്യ ഫണ്ട് സ്വീകരണവും പെരുങ്കളിയാട്ട ലോഗോ പ്രകാശനവും ക്ഷേത്ര പരിസരത്ത് നടന്നു. ഓഫീസ് ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. 17 സംവത്സരങ്ങൾക്കു ശേഷം 2027 ജനുവരി 8, 9, 10, 11 തീയതികളിൽ നടക്കുന്ന എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും ആദ്യ ഫണ്ട് സ്വീകരണവും പെരുങ്കളിയാട്ട ലോഗോ പ്രകാശനവും ക്ഷേത്ര പരിസരത്ത് നടന്നു. M. വിജിൻ MLA ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലോഗോ പ്രകാശനം ശില്പിയും ക്ഷേത്ര ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവുമായ ഉണ്ണീക്കാനായിയും ആദ്യ ഫണ്ട് സ്വീകരണം ക്ഷേത്രം അന്തിതിരിയൻ നടുവിലെ വീട്ടിൽ സന്തോഷ് അന്തിതിരിയനും സംഘാടക സമിതി ചെയർമാൻ കക്കപ്രവൻ ബാലകൃഷ്ണൻ നമ്പ്യാരും ചേർന്ന് നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ TV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സമീപ പ്രദേശത്തെ വിവിധ ക്ഷേത്ര ഭാരവാഹികളായ എരമം ശ്രീ മുതുകാട്ടുകാവ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ തമ്പാൻ അടിയോടി, എരമത്തപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രം സെക്രട്ടറി MM വരുൺ, എരമം രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സെക്രട്ടറി RE ഗംഗാധരൻ, എരമം രാമപുരം ശ്രീ പുലിരൂപകാളി ക്ഷേത്രം സെക്രട്ടറി PP ലിജു, എരമം മണ്ണുമ്മൽ കാനഞ്ചേരി ഭഗവതി ക്ഷേത്രം സെക്രട്ടറി VV ഗോപിനാഥൻ, പേരൂർ ശിവക്ഷേത്രം ചെയർമാൻ KN ഹരിചന്ദ്രൻ, CK ഭാസ്കരൻ, നിതീഷ് KV തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജ്വാല എരമം തെക്കേക്കര അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി
മാലിന്യം വെറുമൊരു പാഴ്വസ്തുവല്ല, മറിച്ച് ബോധവൽക്കരണത്തിനുള്ള വലിയൊരു ഉപാധിയാണെന്ന് തെളിയിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച വലയിൽ കുരുങ്ങിയ പരുന്തിന്റെ ശില്പം നഗരസഭയിൽ അനാവരണം ചെയ്തു. ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെയൊക്കെ ജീവജാലങ്ങളെ ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് പുനർജനി എന്ന ഈ ശില്പം. വലയിൽ കുരുങ്ങി ശ്വാസം മുട്ടുന്ന ഒരു പരുന്തിന്റെ അവസ്ഥയിലൂടെ ജീവനമാണ് പ്രധാനം എന്ന വലിയ സന്ദേശമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ശില്പം അനാവരണം ചെയ്തു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ടയറുകൾ, ഐസ്ക്രീം ബോളുകൾ, പ്ലാസ്റ്റിക് കയറുകൾ, പഴയ ബക്കറ്റുകൾ, ടൂ വീലർ സീറ്റ് കവറുകൾ, തെർമോകോൾ എന്നിവ വിദഗ്ധമായി സംയോജിപ്പിച്ചാണ് ഇരുമ്പ് ഫ്രെയിമിൽ ശില്പം ഒരുക്കിയിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാമകൃഷ്ണൻ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാരായ അഖിൽ തറമ്മൽ, ആശ P, നിമ്യ KV എന്നിവരും ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യ ശുചീകരണ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലെ പാചകവാതക ദൗർലഭ്യം പരിഹരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും അടുപ്പുകൂട്ടി സമരവും നടത്തി. സമരം സമിതി ജില്ലാ പ്രസിഡന്റ് P വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്ത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലെ പാചകവാതക ദൗർലഭ്യം പരിഹരിക്കുക, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും മറ്റും അന്യായമായ വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും അടുപ്പുകൂട്ടി സമരവും നടത്തി. സമരം സമിതി ജില്ലാ പ്രസിഡന്റ് P വിജയൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ദുരന്തമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇത് മുമ്പ് ഒരു ദിവസം രാത്രി നോട്ട് നിരോധിച്ച പോലെ കേന്ദ്ര ഗവൺമെന്റ് അശ്രദ്ധ കൊണ്ട് ആണ് ഈ ദുരന്തത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആകെയുള്ളത് 20 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിലാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നാണ് മിനിയാന്ന് പെട്രോളിയം മന്ത്രി പറഞ്ഞിട്ടുള്ളത്. 70% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കണക്കിന് വലിക്കുമ്പോൾ 20% മാത്രമാണ് ക്രൂഡ് ഓയിൽ ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. 20 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ മാത്രമാണ്. 20 ദിവസം എന്ന് പറയുന്നത് യുദ്ധം തുടങ്ങിയിട്ട് ചെറിയ നാളുകളായിട്ടുള്ളൂ. ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV ഗോപി, T ബാലകൃഷ്ണൻ, P പ്രകാശൻ, PV കരുണാകരൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ സ്വാഗതവും VP സുരേഷൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഏറ്റുകുടുക്കിയിലെ CPM പ്രവർത്തകർ. LDF സ്ഥാനാർത്ഥി TA മധുസൂദനന്റെ ഫ്ലെക്സും ചിഹ്നവും അടക്കമുള്ള വലിയ ബോർഡുകളും ചുമരുകളിലെ ഫ്ലെക്സുമെല്ലാം ഇവർ നിമിഷനേരം കൊണ്ടാണ് തയ്യാറാക്കിയത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഏറ്റുകുടുക്കിയിലെ CPM പ്രവർത്തകർ. പയ്യന്നൂർ മണ്ഡലം 20-ാം നമ്പർ ബൂത്ത് പ്രവർത്തകരാണ് LDF സ്ഥാനാർത്ഥി TA മധുസൂദനന്റെ ഫ്ലെക്സും ചിഹ്നവും അടക്കമുള്ള വലിയ ബോർഡുകളും ചുമരുകളിലെ ഫ്ലെക്സുമെല്ലാം നിമിഷനേരം കൊണ്ട് തീർത്തത്. T തമ്പാൻ പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഇലക്ഷൻ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം തന്നെയാണ് കേരളത്തിലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ CPIMന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വളരെ ആവേശത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. V രതീഷ്, KG ബിന്ദുമോൾ, K റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാചകവാതക പ്രതിസന്ധിയിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി സമിതി മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറ ടെലിഫോൺ എക്സ്ചേഞ്ചിനു മുന്നിൽ അടുപ്പുകൂട്ടി സമരം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K പങ്കജവല്ലി ഉദ്ഘാടനം ചെയ്തു. പാചകവാതക പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി സമിതി മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ അടുപ്പുകൂട്ടി സമരം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K പങ്കജവല്ലി ഉദ്ഘാടനം ചെയ്തു. കൂടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി സമിതി
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KC രഘുനാഥ്, PK ഭാസ്കരൻ, VV പ്രകാശൻ, P രാജൻ, N മനോജ്, രമണി K, ആസിഫ് KT എന്നിവർ സംസാരിച്ചു. MK തമ്പാൻ സ്വാഗതവും EV ഗണേശൻ നന്ദിയും പറഞ്ഞു. പിലാത്തറ കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLAയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ച് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, PTA, നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, അവരെല്ലാവരും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഒരു ഡിജിറ്റൽ ലൈബ്രറി ഞങ്ങൾക്ക് അനുവദിച്ച് തരണം എന്നത്. സത്യത്തിൽ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പ് ഉള്ള സ്കൂൾ ഇപ്പോൾ ടാഗോർ മെമ്മോറിയൽ സ്കൂൾ. നമ്മളെ കഴിഞ്ഞ് ഞങ്ങൾ സന്ദർശിച്ചു. ഞങ്ങൾ ഈ ട്യൂഷനിക്കെല്ലാം മുമ്പിൽ വളരെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ജീവമായി ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ കമ്പ്യൂട്ടർ അതുപോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇപ്പോൾ സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയുള്ള എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത് അത് PTA ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടിയന്തരമായിട്ടും അതിന് AC ഉണ്ട്. കട്ടിയായിട്ട് അതിനെ അടുത്തായി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത അധ്യക്ഷത വഹിച്ചു. അജിത് കുമാർ അനിക്കം, CV ശശികല, MK സതീശൻ, MK ശിവപ്രകാശ്, KB ബാലകൃഷ്ണൻ, TR രാമചന്ദ്രൻ, KC രാജൻ, സനൂപ് M, KB രതീഷ് കുമാർ, EV നളിനി, M രാജേഷ്, പ്രിൻസിപ്പൽ P ദാമോദരൻ, ഹെഡ്മിസ്ട്രസ് CA ഗീത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കത്തുകളെയും പോസ്റ്റ് ഓഫീസിനെയും സ്നേഹിച്ച് ഒരു കൂട്ടം യുവാക്കൾ 64 വർഷം പഴക്കമുള്ള തകർന്നു വീഴാവുന്ന നിലയിലുള്ള കരിപ്പാൽ പോസ്റ്റ് ഓഫീസിന് പുതുമോടി നൽകുകയാണ് ആൽമരച്ചോട്ടിൽ എന്ന കൂട്ടായ്മയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. കത്തുകളെ പ്രണയിച്ച, അതിലുപരി പോസ്റ്റ് ഓഫീസുകളെ പ്രണയിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴമയുടെ വാലായും പുതുതലമുറയുടെ തലയായും ചില നാട്ടു സംസ്കൃതികളെ ഇന്നും കൂടെ ചേർത്ത് നിർത്തുന്ന ചിലർ. അതെ, അവരുടെ രാഷ്ട്രീയ ഭേദമന്യുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇന്നീ കാണുന്ന മനോഹരമായ പോസ്റ്റ് ഓഫീസായി മാറിയത്. ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ പഴയ അവസ്ഥ എങ്ങനെയായിരുന്നു? ഞാൻ ഈ കഴിഞ്ഞ 2025 ഡിസംബറിലാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളെ മീൻസ് മേളത്തെ മേൽക്കൂരൊക്കെ മരത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ വന്ന് നോക്കുമ്പോൾ മീൻസ് ദ്രവിച്ച് പൊട്ടി വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു പോസ്റ്റ് ഓഫീസ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തൊരു മഴക്കാലത്ത് ഇത് ഓവർകം ചെയ്യില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സംഘടനയുണ്ട്, ആൽമരച്ചോട്ടിൽ നിന്നാണ്. അവരുടെ മെമ്പർമാരെ ജസ്റ്റ് കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ അതൊരു ജനറൽ ടോക്ക് സമയത്ത് ജസ്റ്റ് ഈ കാര്യം കൂടെ പറഞ്ഞതാണ്. അപ്പോൾ അവർ ഈ വിഷയം അവരുടെ ഗ്രൂപ്പിൽ ഉന്നയിച്ചു. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് എനിക്ക് മീൻസ് ഇത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഇരുപത്തിരണ്ട് 1962 ഈ മലയോര പ്രദേശമായ കരിപ്പാലിൽ ആദ്യമായിട്ട് ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാലത്ത് പോസ്റ്റ് മാഷ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിക്കണ്ണൻ മാഷായിരുന്നു. അപ്പോൾ ഈ നാട്ടിലെല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രദേശം എന്ന് പറയുന്നത് വെള്ളോറ, കക്കറ, അതുപോലെ തലവിൽ മുതലായ സ്ഥലങ്ങളിലെല്ലാം ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കത്ത് കൊണ്ടു കൊടുത്തിരുന്നത്. ഏകദേശം വളരെ നമ്മൾ കാണുമ്പോൾ വളരെ ശോചനീയ അവസ്ഥയിലാണ് ഈ പോസ്റ്റ് ഓഫീസ് ഉണ്ടായത്. ഇതിൻ്റെ കൽക്കോലൊക്കെ പൊട്ടി വീഴാറായി. ഈ ഒരു മഴക്കാലം കഴിയുമെന്ന് ഉറപ്പില്ലാത്ത രീതിയിൽ ഈ പോസ്റ്റ് ഓഫീസ് ആദ്യം മാറിയിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അനുകൂലെടുത്ത് സംസാരിക്കുകയും അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് വേറെ മെയിൻ്റെനൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരിക്കലും കോൺക്രീറ്റ് ആക്കാൻ പറ്റില്ല. എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസിൻ്റെത് അതുപോലെ തന്നെ അതേ ഭംഗിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട്
മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ നമ്മൾ തീരുമാനം എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള അഭിപ്രായം വരികയും ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെ ഫണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഇതിൻ്റെ പണി ആരംഭിക്കുകയും അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസുകൾ നാടിൻ്റെ അടയാളങ്ങളാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരുമ്പോൾ മറ്റു ചിലത് കാലയവനികൾക്കുള്ളിൽ മറയുന്നു. എന്നാൽ ചിലത് പ്രതിസന്ധികളെ അതിജീവിച്ച് മറികടക്കുന്നു. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന CITO മണ്ഡലം കൺവെൻഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന CITO മണ്ഡലം കൺവെൻഷൻ CITU ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി മണ്ഡലത്തിലെ ചെലവിന് വേണ്ടി ബന്ധപ്പെട്ട കമ്മിറ്റികളെ ഏൽപ്പിക്കണം എന്നതാണ് ഫണ്ട് ശേഖരണത്തിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ മുഴുവൻ തൊഴിലാളികളിൽ നിന്നും ഒരു നിശ്ചിത തുക നിശ്ചിത ദിവസത്തിനകം സമാഹരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കണം. എത്രയാണ് തുക എന്നുള്ളത് ഇവിടെ പിന്നീട് പറയും. അതിലൊരു കാര്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഒരാൾ പോലും ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പാടില്ല. വോട്ട് ചെയ്യുന്നതോടൊപ്പം KM ഷാജി അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞപ്പൻ, VK ബാബുരാജ്, KK കൃഷ്ണൻ, KK ഗംഗാധരൻ, KV ഭവാനി, K ദേവി, MB ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 101 അംഗ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. കൺവീനറായി PV കുഞ്ഞപ്പനെ തിരഞ്ഞെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കുള്ള മെനിഞ്ചൈറ്റിസ് കുത്തിവയ്പ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂരിൽ നടന്നു. തങ്ക്യം മദ്രസ ഹാളിൽ നടന്ന കുത്തിവയ്പ് കേരള ഹജ്ജ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ അരിഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട്, കയ്യൂർ, ചീമേനി, ചെറുവത്തൂർ തുടങ്ങിയ പഞ്ചായത്ത് പരിധികളിലെ 200-ൽ പരം പേരാണ് മെനിഞ്ചൈറ്റിസ് കുത്തിവയ്പ്പിന് തങ്കയത്തെത്തിയത്. കേരള ഹജ്ജ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ അരിഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 27,718 പേരാണ് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് മുഖാന്തരം അപേക്ഷിച്ചതെങ്കിൽ അതിൽ 13,158 പേർക്കാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നമുക്ക് ഇത്തവണ സെലക്ഷൻ ലഭിച്ചത്. അതിൽ തന്നെ നമുക്ക് ഏറെ സന്തോഷമുള്ളത് KM മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസിനെ കേരള ഹജ്ജ് കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി ചടങ്ങിൽ ആദരിച്ചു. ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർമാരായ NB സൈനുദ്ദീൻ, KP മുസ്തഫ, തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജന, ഡോക്ടർ റൌഫ്, ഡോക്ടർ ബേസിൽ, തങ്ക്യം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അബ്ദുള്ള ഹാജി, സെക്രട്ടറി T അബ്ദുള്ള, T ഷൗക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പാട്ടിയമ്മ AVP സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ ബാലചന്ദ്രൻ എരവിൽ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കരിവെള്ളൂർ പാട്ടിയമ്മ AVP സ്കൂളിൽ രചന ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന ശില്പശാലയ്ക്ക് പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ ബാലചന്ദ്രൻ എരവിൽ നേതൃത്വം നൽകി. 15 രൂപ ടിക്കറ്റ് ലോക്കൽ ട്രെയിൻ നേരെ കാസർഗോഡ് ഉയർത്തി ഉപ്പയും പോലും ആദ്യം ഓട്ടോറിക്ഷയാക്കിയിട്ട് കലക്ടറേറ്റ് പോയി ആടെ എഴുതി കൊടുത്തു. അറിയാം എനിക്ക് കലക്ടർ ജീവൻ ബാബു IAS ആയിരുന്നു കുറച്ചു മുമ്പേ. എന്നിട്ട് ഈ കലക്ടർ വിളിച്ചു, 1 മണിക്കൂർ ശേഷം വിളിപ്പിച്ചു. മുസ്തഫയുടെ ഉപ്പാക്കുന്ന മുക്കിൽ കിട്ടിയത് കലക്ടർ ചേമ്പറാണല്ലോ പൊന്തിന് ഇവര് പറഞ്ഞില്ല, ചേമ്പർ പറഞ്ഞില്ല. സ്വാഭാവിക സന്ദർഭങ്ങളിൽ നിന്ന് സംഭാഷണം രൂപപ്പെടുത്തൽ, ചെറുകവിതകൾ, കഥകൾ തുടങ്ങിയവയുടെ രചനകളിലൂടെ ഭാഷാശേഷി വികസനത്തിന് ഊന്നൽ നൽകുന്നതായിരുന്നു ശില്പശാല. EP മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക AV മീന, രേഷ്മ, സുഷമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന സംഗമവും പാട്ടും പറച്ചിലും പരിപാടിയും സംഘടിപ്പിച്ചു.
സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? യൂണിറ്റ് കൺവെൻഷനൊക്കെ വിളിച്ചു ചേർത്തിട്ട് കോഡുകൾ രൂപീകരിച്ചിട്ട് ലഘുലേഖയൊക്കെ വീടുകൾ പ്രചരിപ്പിക്കേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നടപ്പിലാക്കണം. അതോടൊപ്പം ആ ജനപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം, മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തി നമ്മുടെ സംഘടനയെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്ന് മാത്രം സമയപരിധി കൊണ്ട് പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ AK സുകുമാരൻ അധ്യക്ഷനായി. പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കളായ KV രാഘവൻ, ഇട്ടമ്മൽ കൃഷ്ണൻ, K ദാമോദരൻ എന്നിവരെ ഏരിയ സെക്രട്ടറി C കരുണാകരൻ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. K ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സുഭാഷ് അറുകര പാട്ടും പറച്ചിലും പരിപാടി അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് മീൻകുഴി പാർക്കിന് സമീപത്ത് ജനകീയ റോഡ് പൂർത്തിയായി നാടിന് തുറന്നുകൊടുത്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് മീൻകുഴി പാർക്കിന് സമീപത്ത് നിർമ്മിച്ച ജനകീയ റോഡ് CPM കോറം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം P സുരേഷ് നാടിന് തുറന്നുകൊടുത്തു. K ജീവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KV മനോജ് കുമാർ, ഉണ്ണിക്കാനായി, P വിനോദ്, M രഞ്ജിത്ത്, PP സീത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ദിജേഷ് CK ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ നോർത്ത് AUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാലയ വികസന സമിതി ചെയർമാൻ PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ഫുട്ബോൾ ടൂർണമെന്റ്, സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളെ കുട്ടികൾ ആനയിച്ചു കൊണ്ടുവരികയായിരുന്നു. ചടങ്ങിൽ വെച്ച് മൊഴിക്കിലുക്കം കയ്യെഴുത്ത് മാസികയുടെ പ്രകാശന കർമ്മവും നടന്നു. പ്രഥമാധ്യാപിക പ്രീത P, സൗഭാഗ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുട്ടികൾക്ക് പഠനോത്സവം സ്കൂളിലെ എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവര് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പല രീതിയിൽ അതിന്റെ പഠന പ്രവർത്തനങ്ങൾ ഓരോ വിഷയത്തിലും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഒരു അവസാനത്തെ ദിവസം ഒരു പ്രദർശനം എന്നുള്ള നിലയിലാണ്. കുട്ടികൾ ഏറെ കഴിവുള്ളവരാണ്. ചടങ്ങിൽ വിദ്യാലയ വികസന സമിതി ചെയർമാൻ PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ഫുട്ബോൾ ടൂർണമെന്റ്, സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളെ കുട്ടികൾ ആനയിച്ചു കൊണ്ടുവരികയായിരുന്നു. ചടങ്ങിൽ വെച്ച് മൊഴിക്കിലുക്കം കയ്യെഴുത്ത് മാസികയുടെ പ്രകാശന കർമ്മവും നടന്നു. പ്രഥമാധ്യാപിക പ്രീത P, സൗഭാഗ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പുരോഗമന കലാസാഹിത്യ സംഘം കരിവള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. വിഷയം കഴിഞ്ഞ 10 വർഷത്തെ കേരളീയ സാമൂഹ്യ ജീവിതം. പരമാവധി ദൈർഘ്യം 10 മിനിറ്റ്. മൊബൈൽ ഫോണിലടക്കം ചിത്രീകരിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും. അവസാന തീയതി മാർച്ച് 28. വിശദവിവരങ്ങൾക്ക് 9446679632 എന്ന നമ്പറിലോ 9446443494 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പയ്യന്നൂർ മണ്ഡലത്തിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് TI മധുസൂദനൻ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി പോർക്കളത്തിലേക്ക്. പയ്യന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥി TI മധുസൂദനന്റെ റോഡ് ഷോ നടന്നു. പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനിറങ്ങി V കുഞ്ഞികൃഷ്ണൻ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച രാവിലെയോടെ. മത്സരം ഇടതുപക്ഷത്തിനെതിരെ അല്ലെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്നും V കുഞ്ഞികൃഷ്ണൻ. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി M വിജിൻ വീണ്ടും ജനവിധി തേടും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പഴയങ്ങാടിയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ കയ്യൂരിൽ നിന്ന് പ്രചരണത്തിന് തുടക്കമിട്ടു. ഇടത് വലത് ഭരണത്തിൽ കേരളം തകർന്ന് തരിപ്പണമായെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ.
കല്യാശ്ശേരി മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെറുകുന്നത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.